Namaskaram. Welcome to Geeta's Bhakti Geetam. One day, one slogam, Srimad Mahabhagavata Mahatmyam, 301st day. Today, 72nd sloka of 4th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 301 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 72ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 72ാമത്തെ ശ്ലോകം. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത്, പ്രാണാം സ്ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത്, പ്രാണാം സ്ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. ഓം തത്സത്. വീണ്ടും ആത്മദേവൻ വിലപിക്കുകയാണ്. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? ഞാൻ എവിടെയാണ് പോകേണ്ടത്? എൻ്റെ ദുഃഖം ആരാണ് എനിക്ക് തീർത്തു തരുക? ഈ ദുഃഖം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കണമോ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കിത്ര കഷ്ടം വന്നു ചേർന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കരയുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ മോശം പുത്രന്മാർ ഉണ്ടാവുന്നതിനേക്കാൾ വന്ധ്യതയായിരുന്നു ഭേദം എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, ഈ ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എവിടെയാണ് പോകേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇരിക്കേണ്ടത്? എൻ്റെ ഈ ദുഃഖം ആരാണ് തീർത്തു തരിക? ദുഃഖം സഹിക്കാൻ കഴിയാതെ ഞാൻ മരിക്കണമോ എന്നൊക്കെ ആലോചിക്കുകയാണ്, എന്നൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കരയുകയാണ് ആത്മദേവൻ. ആത്മദേവന് സന്താനഭാഗ്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടും സന്താനമുണ്ടായാലാണ് സർവ്വവിധത്തിലുള്ള സന്തോഷവും ലഭിക്കുക. സന്താനമില്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്യാസിയെ നിർബന്ധിച്ച് ഫലം വാങ്ങിക്കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് നൽകിയത്. എന്നാൽ ഭാര്യ അത് ഭക്ഷിക്കാതെ പശുവിന് കൊടുക്കുകയും പശുവിലും ഭാര്യയുടെ അനുജത്തിയുടെ പുത്രനെ ഭാര്യ സ്വന്തം പുത്രനായി കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ആ പുത്രൻ മഹാദുഷ്ടനും ഖലനുമായിരുന്നതിനാൽ ആ പുത്രൻ അച്ഛനമ്മമാരെ ദ്രോഹിക്കുകയും എല്ലാവിധ കഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് ആത്മദേവൻ ഇപ്രകാരം പറഞ്ഞ് വിലപിക്കുന്നത്. പുത്രന്മാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല പുത്രന്മാരുണ്ടാകണം, അല്ലെങ്കിൽ പുത്രന്മാർ ഇല്ലാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖം സഹിക്കവയ്യാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആത്മദേവൻ. ശ്ലോകം ഒരിക്കൽ കൂടി. കോ തിഷ്ഠാമി, എവിടെയാണ് ഇരിക്കേണ്ടത്? കോ ഗച്ഛാമി, പോകേണ്ടത്. കോമേ ദുഃഖം വ്യപോഹയേത്, ആരാണ് എൻ്റെ ദുഃഖം തീർത്തു തരിക? പ്രാണാം സ്ത്യജാമി ദുഃഖേന, ദുഃഖം കൊണ്ട് പ്രാണൻ കളയണമോ? ഹാ കഷ്ടം മമ സംസ്ഥിതം, എൻ്റെ ജീവിതം മഹാകഷ്ടം തന്നെ. കോ തിഷ്ഠാമി കോ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത്, പ്രാണാം സ്ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു.